ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 10-ാം അധ്യായം. ശ്രീശുക ഉവാച. അത സിന്ധു സൗവീരപദേ രഘുഗണസ്യ വ്രജത ഇഷ്യുമത്യാസ്തടേ തത്കുലപതിന ശിബികാവാഹ പുരുഷാന്വേഷണ സമയേ ദൈവേനോപസാദിതഃ സ ദ്വിജവര ഉപലബ്ധ ഏഷ പീവാ യുവ സംഹനനാംഗോ ഗോകരവദ്ധുരം വോഡുമലമിതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതഃ പ്രസവമദദർഹ ഉവാഹ ശിബികാം സ മഹാനുഭാവഃ. ശ്രീ ശുകമുനി അരുളിച്ചെയ്തു. ജഡഭരതൻ്റെ സർവജ്ഞതയെ പ്രകാശിപ്പിക്കുന്ന രഘുഗണ മഹാരാജാവിൻ്റെ ചരിതം പറയുകയാണ്. അതിൽ പിന്നെ ഒരു നാൾ സിന്ധുദേശം, സൗവീരദേശം എന്നിവയുടെ പാലകനായ രഘുഗണൻ തത്വമറിയുവാൻ ആഗ്രഹിച്ചും കൊണ്ട് കപിലാശ്രമത്തിലേക്ക് ഇഷുമതി നദീതീരത്തിൽ കൂടി പല്ലക്കിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. പല്ലക്കെടുപ്പിച്ചു കൊണ്ടുപോകുന്ന അധിപൻ വഹിക്കാൻ ചിലരെ കൂടി ഉണ്ടാക്കേണ്ടതിനായി അന്വേഷിക്കുന്ന സമയം പ്രാരബ്ധവശാൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ തന്നെ കണ്ടു. അവനെ ബലാത്കാരേണ പല്ലക്കെടുക്കുവാനായി നിയോഗിച്ചു. തടിയും ദേഹബലവുമുള്ള ഇവൻ കാള, കഴുത എന്നിവയെപ്പോലെ ഭാരം വഹിപ്പാൻ മതിയായവൻ തന്നെ എന്നു പറഞ്ഞ് മുമ്പ് ബലാത്കാരേണ വഹിക്കുന്നവരോടുകൂടി ഇവനെയും ഏർപ്പെടുത്തി. മഹാനുഭാവനായ ആ ബ്രാഹ്മണൻ ആ പ്രവൃത്തിക്ക് ഉചിതനല്ലെങ്കിലും അവരുടെ നിർബന്ധത്തിനു കീഴടങ്ങി പല്ലക്ക് ചുമന്നു. മഹാത്മാക്കളെ കണ്ടറിയുവാനുള്ള ബുദ്ധിവിശേഷം പ്രാകൃതന്മാർക്കുണ്ടാകുവാൻ വളരെ വിഷമമാണെന്നും ശരീരഗുണവർണ്ണനത്തിൽ നിന്ന് ആത്മാരാമന്മാരുടെ ദേഹസൗഷ്ഠവം ഏതു വിധമിരിക്കുമെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. യഥാഹി ദ്വിജവരസ്യേഷു മാത്രാവലോകാനുഗതേർന സമാഹിത പുരുഷഗതിസ്തഥാ വിഷമഗതാം സ്വശിബികാം രഘുഗണ ഉപധാര്യ പുരുഷാൻ അതിവഹത ആഹഹേ വോടാരഹ സാധുതിക്രമത കിമിതി വിഷമമുഹ്യതേ യാനമിതി. കാലിനടിയിൽ അകപ്പെട്ടു വല്ല ജീവികളും നശിക്കാതിരിക്കാൻ ഒരു വിൽപ്പാട് ദൂരം നിലം പരിശോധിച്ചുകൊണ്ട് തന്നെ സാവധാനത്തിൽ അവരോടൊരുമിച്ച് പല്ലക്ക് വഹിച്ചു നടന്നിരുന്ന ആ ബ്രാഹ്മണൻ ഒപ്പം നടക്കാഞ്ഞതിനാൽ വാഹനം ശരിക്കു പോകുന്നില്ലെന്നറിഞ്ഞ് രഘുഗണൻ, ഹേ വാഹകന്മാരെ, വാഹനം ഒപ്പം വഹിച്ച് ശരിക്കു നടക്കുവിൻ. എന്തിനാണ് ഈ വിധം വിഷമഗതിയെ സ്വീകരിക്കുന്നത് എന്ന് തണ്ടെടുത്തു നടക്കുന്നവരോട് പറഞ്ഞു. അതത ഈശ്വരവചഃ സോപാലംബമുപാകർണ്യോപായ തുരീയ ചങ്കിത മനസസ്തം വിജ്ഞാപയാം ബഭൂവുഹു. തങ്ങളുടെ പ്രവൃത്തിയെ ആക്ഷേപിച്ചു പറയുന്ന സ്വാമിയുടെ വാക്കുകേട്ടപ്പോൾ അവർ ദണ്ഡശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ശങ്കയാൽ അവനെപ്പറ്റി പറഞ്ഞറിയിച്ചു. ന വയം നരദേവ പ്രമത്ത ഭവൻ നിയമാനുപദാഃ സാധ്യൈവ വഹാമഹ അയമധുനൈവ നിയുക്തോഭിന ദ്രുതം വ്രജതി ജ്ഞാനേന സഹ വോടുമോ ഹ വയം പാരയാമ ഇതി. ഹേ രാജാവേ, ഞങ്ങൾ പ്രവൃത്തിയിൽ മനസ്സിരുത്താതിരിക്കുന്നില്ല. അവിടുത്തെ ആജ്ഞയെ അനുസരിച്ച് ശരിയായിട്ട് തന്നെ വഹിക്കുന്നുണ്ട്. ഇതാ ഇവനെ ഇപ്പോൾ ചേർത്തിട്ടേയുള്ളൂ, എന്നിട്ടും വേഗം നടക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് വിഷമഗതി. ഇവനോടുകൂടി ഈ പല്ലക്കെടുത്ത് നടക്കുന്നതിന് ഞങ്ങൾ ശക്തന്മാരല്ല എന്ന് പറഞ്ഞ് അവരുടെ സങ്കടം വെളിപ്പെടുത്തി. സാംസർഗികോ ദോഷ ഏവ ന്യൂനമേകസ്യാപി സർവേഷാം സാംസർഗികാണാം ഭവിതുമർഹതീതി നിശ്ചിത്യ നിശമ്യ കൃപണവചോ രാജാ രഘുഗണ ഉപാസിത വൃദ്ധോപി നിസർഗേണ ബലാത്കൃത ഈഷദുത്തിതമന്യുരവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസമിവ രജസാവൃതമതിരാഹ. ദുഃഖിതന്മാരായ ഭൃത്യന്മാർ പറഞ്ഞതിനെ കേട്ട രഘുഗണൻ, സംസർഗം നിമിത്തം സംഭവിച്ച ദോഷം തന്നെയാണിത്. ദോഷം ചെയ്തവൻ ഒരുവനാണെങ്കിലും കൂട്ടുകാർക്കെല്ലാം ആ ദോഷം ബാധിക്കുമെന്ന് നിശ്ചയിച്ചു. സാധുജനങ്ങളെ ആരാധിക്കുന്നവൻ തന്നെ രഘുഗണനെങ്കിലും സ്വഭാവസിദ്ധമായ രജോഗുണത്തിൻ്റെ ശക്തിയാൽ അല്പം ക്രോധം ജനിച്ചതുകൊണ്ട് ചാരം മൂടിക്കിടക്കുന്ന തീയെന്ന പോലെ പുറമേ കാണാത്തതായ ബ്രഹ്മ തേജസ്സോടുകൂടിയിരിക്കുന്ന ആ മഹാത്മാവിനോട് പറഞ്ഞു. അഹോ കഷ്ടം ഭ്രാതർ വ്യക്തമൊരു പരിശ്രാന്തോ ദീർഘമധ്വാനമേക ഏവ ഊഹിവാൻ സുചിരം
നാദിപീവ ന സംഹനാനംഗോ ജരസാ ചോപദ്രുതോ ഭവാൻ സഖേ നോ ഏവാപര ഏതേ സംഘട്ടിന ഇതി ബഹുവിപ്രലബ്ധോപ്യവിദ്യയാ വിഹിത ദ്രവ്യഗുണകർമാശയ സ്വചരമകളേവരവസ്തുനി സംസ്ഥാനവിശേഷേഹം മമേത്യന്യതാരോപിതമിത്യാപ്രത്യയോ ബ്രഹ്മഭൂതസ്തൂഷ്ണീം ശിബികാം പൂർവവധുവാഹ. പരിഹാസരൂപേണ വക്രോക്തിയാൽ രാജാവ് ശാസിക്കുന്നു. എടോ സഹോദര, എടോ സഖേ, വല്ലാത്ത ക്ലേശം നേരിട്ടുവല്ലയോ? കഷ്ടം തന്നെ. അങ്ങ് വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അധിക ദൂരം ഏകനായിട്ട് പല്ലക്കെടുത്ത് നടന്നു തുടങ്ങിയിട്ട് വളരെ നേരം കഴിഞ്ഞിരിക്കുന്നുവല്ലോ. ദേഹമോ നന്നേ കൃശം. അവയവങ്ങൾക്ക് ദാർഢ്യവുമില്ല, വാർദ്ധക്യവും ബാധിച്ചിട്ടുണ്ട്. കൂടെയുള്ളവർ വഹിക്കുന്നതേയില്ല എന്നിങ്ങനെ ബഹുവിധത്തിൽ ആക്ഷേപിച്ചു പറഞ്ഞുവെങ്കിലും ഒന്നും മിണ്ടാതെ മുമ്പത്തെ പോലെ പല്ലക്ക് ചുമന്നു നടന്നു. എന്തുകൊണ്ടെന്നാൽ അവിദ്യ നിമിത്തമുണ്ടായിരുന്ന പുണ്യപാപ കർമ്മ ബലാനുഭവത്തിനായി ധരിച്ചിരിക്കുന്ന ഈ ശരീരം അവസാനത്തേതാകുന്നു. ഇതോടുകൂടി ജന്മം അവസാനിക്കും. ജഡവും മിഥ്യാബോധവുമായ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസം നശിച്ചിരിക്കുന്നു. ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നതിനാൽ നിന്ദയോ സ്തുതിയോ ഒന്നും തന്നെ വികാരത്തെ ജനിപ്പിക്കുന്നതിന് മതിയായിരിക്കുന്നില്ല. അത പുനഃ സ്വശിബികായാം വിഷമഗതായാം പ്രകുപിത ഉവാച രഘുഗണഃ. പിന്നെയും വിൽപ്പാട് ദൂരം സൂക്ഷിച്ചു നോക്കിയ ശേഷമല്ലാതെ അടിയൊന്നും വയ്ക്കാത്ത മട്ടിൽ തന്നെ സഞ്ചരിക്കയാൽ വാഹനത്തിൻ്റെ ഗതി വേണ്ടവിധമാകാതിരുന്നതിനാൽ അതിക്രുദ്ധനായ രഘുഗണൻ പറഞ്ഞു: കിമിതമരേ ത്വം ജീവന്മൃതോ മാം കദർത്തീകൃത്യ ഭർതൃശാസനമതിചരസി പ്രമത്തസ്യ ചതേ കരോമി ചികിത്സാം ദണ്ഡപാണിരിവ ജനതായ യഥാ പ്രകൃതിയും സ്വാം ഭജിഷ്യസ്യ ഇതി. എടോ, ഇതെന്ത്? നീ ജീവനുള്ളപ്പോൾ തന്നെ മരിച്ചവനോ? എന്നെ നിസ്സാരനെന്ന് കരുതിയിട്ടോ സ്വാമിയായ എൻ്റെ ആജ്ഞയെ അതിക്രമിക്കുന്നത്? പ്രവൃത്തിയിൽ മനസ്സിരുത്താതിരിക്കുന്ന നീ ഇനിമേലിൽ മനസ്സിരുത്തുവാൻ തക്കവിധമുള്ള ചികിത്സ യമധർമ്മരാജാവ് ജനങ്ങളിലെന്ന പോലെ നിന്നിൽ ഏൽപ്പിക്കുവാൻ ഞാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഏവം ബഹ്വബന്ധവി ഭാഷമാണം നരദേവാഭിമാനിനം രജസാ താമസാനുവിദ്ദേന മതേന തിരസ്കൃതാശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം സ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂതഃ സർവഭൂതസുഹൃദാത്മാ യോഗേശ്വരചര്യായാം നാദിവ്യുത്പന്നമതീം സ്മയമാന ഇവ വിഗതസ്മയ ഇതമാഹ. ഇപ്രകാരം അന്യോന്യം ചേർച്ചയില്ലാത്ത വിധം അധികം സംസാരിക്കുകയും രാജാവാണെന്ന് അഭിമാനിക്കുകയും രജസ്സും തമസ്സും അധികരിച്ചുണ്ടായ മതത്താൽ ഭഗവാന്റെ ഭക്തന്മാരെ ധിക്കരിക്കുകയും പണ്ഡിതനെന്ന് ഭാവിക്കുകയും യോഗസിദ്ധിയെ പ്രാപിച്ച മഹാന്മാർ മൂകാന്ത ജഡാദികളെപ്പോലെ സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൻ്റെ പരമാർത്ഥം വേണ്ടതുപോലെ അറിയാതെയുമിരിക്കുന്ന രഘുഗണനോട് സർവഭൂതങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായിരിക്കുന്നവനും ബ്രഹ്മം തന്നെ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുവാൻ തക്ക മാഹാത്മ്യത്തോട് കൂടിയവനുമായ ബ്രാഹ്മണൻ മുഖപ്രസാദം കൊണ്ട് രഘുഗണൻ്റെ അജ്ഞതയെക്കുറിച്ച് പരിഹസിക്കുന്നുവോ എന്ന് തോന്നാമെങ്കിലും പരമാർത്ഥത്തിൽ ഗർവം ലേശവുമില്ലാത്തവനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണ ഉവാച: ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർതൃസമേ സ്യാത് യദി വീരഭാരഃ ഗന്ധുര്യാദി സ്യാദധിഗമ്യമദ്വാ പീബേതിരാശൗന വിധാം പ്രവാദഃ. ബ്രാഹ്മണൻ പറഞ്ഞു: ഹേ രാജൻ, എനിക്ക് ക്ഷീണമില്ലെന്നും ഞാൻ അതിദൂരം ഭാരം വഹിച്ചു നടന്നിട്ടില്ലെന്നും അങ്ങു പറഞ്ഞത് സത്യം തന്നെ. അതെന്നെ വഞ്ചിപ്പാനോ പരിഹസിപ്പാനോ വേണ്ടി പറഞ്ഞതല്ല എന്നത് നിശ്ചയമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ക്ഷീണിപ്പാനും നടക്കുവാനും അവകാശമുണ്ടെങ്കിൽ മാത്രമല്ലേ ക്ഷീണിക്കുകയും നടക്കുകയും ചെയ്യുകയുള്ളൂ. അതില്ലാത്തതുകൊണ്ട് ക്ഷീണവും ഗമനവും ഉണ്ടായിട്ടില്ല. വഹിക്കുന്നവന് ഭാരമുണ്ടെങ്കിലും ആ ഭാരം എനിക്കാണെങ്കിലും മാത്രമേ ക്ഷീണത്തിന് അവകാശമുള്ളൂ. ജഡമായ ശരീരം വഹിക്കുന്നുവെന്നോ അതൊരു ഭാരമാണെന്നോ അറിയുകയില്ല. ആ ശരീരം ഞാനല്ലതാനും. അതിനാൽ എനിക്ക് ഭാരം വഹിച്ചതു നിമിത്തം പരിശ്രാന്തിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞതിൽ അസത്യമില്ല. സഞ്ചരിക്കുന്നവന് പ്രാപിക്കത്തക്കതായ ഒരു സ്ഥാനമുണ്ടെങ്കിലും ആ സഞ്ചരിക്കുന്നവൻ ഞാനാണെങ്കിലും മാത്രമേ സഞ്ചാരമുള്ളൂ. എങ്ങിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവായ ഞാൻ സഞ്ചരിക്കുന്നവനല്ല. എനിക്ക് ചെന്നു ചേരേണ്ടതായ ഒരു സ്ഥാനവുമില്ല.
അതിനാൽ ദൂരം ഞാൻ സഞ്ചരിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിലും അസത്യമില്ല. പിന്നെ തടിയൻ എന്ന് പറഞ്ഞതോ? കാര്യകാരണ സംഘാതമായ ശരീരത്തിൽ മാത്രമേ പുഷ്ടിയും കാർശ്യവും കാണപ്പെടുകയുള്ളൂ. ശരീരത്തെ ആത്മാവായിട്ട് വിചാരിക്കുന്നവർ മൂർഖന്മാരാകുന്നു. ആത്മാവിനെ അറിഞ്ഞവർ ആത്മാവിന് സ്ഥൗല്യവും സൗഷ്മ്യവും ഉണ്ടെന്ന് പറയുക പതിവില്ല. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആദയശ്ച ക്ഷുത്രിദ്വയം കലിരിച്ചാജരാജ നിദ്രാരതിർമന്യുരഹം മദശുജോ ദേഹേന ജാതസ്യ ഹിമേന സന്ധി. ആദ്യം പറഞ്ഞതിനെ കുറെ കൂടി സ്പഷ്ടമാക്കുന്നു. പുഷ്ടി, കൃശത, രോഗബാധകൾ, മനക്ലേശങ്ങൾ, വിശപ്പ്, ദാഹം, പേടി, കലഹം, കാംക്ഷ, വാർദ്ധക്യം, ഉറക്കം, രതിസുഖം, ദേഷ്യം, അഹംഭാവം, ഗർവം, പഞ്ചക്ലേശങ്ങൾ എന്നിവയെല്ലാം ദേഹത്തോടുകൂടി ജനിച്ചവനാരോ അവനുണ്ട്. ദേഹത്തിൽ അഭിമാനിക്കുന്നവർക്ക് മാത്രമേ ഈ വക ബാധകളുള്ളൂ. ദേഹത്തോടുകൂടി ജനിക്കാത്തവനും മരിക്കാത്തവനുമായ എനിക്ക് ബാധകൾ യാതൊന്നുമില്ല. ജീവൻ മൃതത്വം നിയമേന രാജന്നാദ്യന്തവദ്യദ്വികൃതസ്യ ദൃഷ്ടം സ്വസ്യാമ്യഭാവോ ധ്രുവൈഡയത്ര തർഹ്യുച്യതേസോ വിധികൃത്യ യോഗഃ. ഹേ രാജാവേ, ജീവൻ മൃതനോ നീ എന്നുള്ള അങ്ങയുടെ ചോദ്യം പ്രതീക്ഷണം വികാരത്തെ അടയുന്ന വസ്തു യാതൊന്നോ അതിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാതെ കാണപ്പെടുന്ന സംഗതി തന്നെ. സ്വാമിയായ അങ്ങയുടെ കൽപ്പനയെ ഞാൻ ധിക്കരിക്കുന്നു എന്നാണല്ലോ മറ്റൊരാക്ഷേപം. സ്വാമിയെന്നും ഭൃത്യനെന്നുമുള്ള നില ഏതൊരു സ്ഥാനത്തിൽ എന്നും നിലനിൽക്കുമോ ആ സ്ഥാനത്തിൽ സ്വാമിയുടെ കൽപ്പനയും ഭൃത്യൻ്റെ കർമ്മവും നിലനിൽക്കുമെന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. ഇന്നങ്ങ് രാജാവാണ്. ഈ രാജത്വം നശിച്ചു പോയാൽ സ്വാമി എന്നുള്ള നിലയും നശിച്ചു. ഞാൻ രാജാവായാൽ എന്നിൽ അങ്ങ് ആരോപിച്ച ഭൃത്യത്വവും നശിച്ചു. ഇത്ര ചഞ്ചലമായിരിക്കുന്ന സ്ഥിതിയെ ആശ്രയിച്ചു നിൽക്കുന്ന സ്വാമി ഭൃത്യ സംബന്ധം സുസ്ഥിരമല്ലല്ലോ. അസ്ഥിരത്തെ സ്ഥിരത്വേന അറിവുള്ളവർ കാണുകയില്ല. വിശേഷബുദ്ധേർ വിവരം മനാക്ച പശ്യാമയന്ന വ്യവഹാരതോന്യത് ക ഈശ്വരസ്തത്ര കിമീശതവ്യം തദാഭിരാജൻ കരവാമ കിം തേ. അങ്ങ് രാജാവ് ഞാൻ ഭൃത്യൻ എന്നുള്ള വിശേഷ ഭാവനയ്ക്ക് ലോകവ്യവഹാരം അല്ലെങ്കിൽ ലോക സമ്പ്രദായം മാത്രമല്ലാതെ അന്യമായിട്ട് യാതൊരു സംഗതിയും ഞങ്ങൾ ലോക സ്വഭാവമറിഞ്ഞവർ കാണുന്നില്ല. സർവം ഏകമായിരിക്കുന്ന സത്യാവസ്ഥയിൽ സ്വാമിയാര് ഭൃത്യനാര് ഇത് രണ്ടും വെറും കൽപ്പിതം. എന്നാലും ലോകവ്യവഹാരദശയെ അനുസരിച്ച് അങ്ങ് രാജാവും ഞാൻ ഭൃത്യനുമല്ലയോ എന്നാണ് അഭിപ്രായമെങ്കിലാകട്ടെ, ഞങ്ങൾ അങ്ങയ്ക്കു വേണ്ടി എന്തു ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊള്ളാം. ഉന്മത്ത ജഡവത്സോ സംസ്ഥാം ഗതസ്യ മേ വീര ചികിത്സിരേന അർത്ഥക്കിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്യസ്യ ജ പിഷ്ടപേഷഃ. ഞാൻ ശരിക്ക് പ്രവർത്തിപ്പാൻ തക്കവിധമുള്ള ദണ്ഡശിക്ഷ ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ, അതിനെക്കുറിച്ചും അല്പം പറയാം. ശ്രദ്ധിക്കുക. ഉന്മാദഗ്രസ്തൻ, മദ്യപാനത്താൽ മതിച്ചവൻ, ജന്മന ജഡൻ എന്നിവരെ പോലെ അങ്ങയാൽ കാണപ്പെടുന്ന ഞാൻ സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്ന് തെറ്റാതെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങു ചെയ്യുന്ന ചികിത്സ കൊണ്ട് വിശേഷ ഫലമൊന്നും ഉണ്ടാകയില്ല. അഥവാ അങ്ങ് വിചാരിക്കുന്ന വിധം ഞാൻ ഗർവിതനും പ്രമത്തനുമാകുന്നുവെങ്കിലും ദണ്ഡശിക്ഷ കൊണ്ട് ഫലമില്ല. സ്വതേ ദുഷിച്ചിരിക്കുന്ന ഒരുവനെ ശിക്ഷിച്ചു നന്നാക്കുവാൻ സാധിക്കുകയില്ല. ദുഷിച്ച വസ്തുവിനെ അധികം ദുഷിപ്പിക്കുക എന്നേ അതുകൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ. അതിനാൽ അരച്ചതിനെ തന്നെ പിന്നെയും അരയ്ക്കുന്നതുപോലെ നിഷ്പ്രയോജനമാണ് അങ്ങയുടെ ശിക്ഷ. ശ്രീ ശുക ഉവാച. ഏതാവതനുവാദ പരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരതാനാത്മനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യപനയൻ രാജയാനമഭി തതോവാഹ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. രാജാവ് പറഞ്ഞതിനെ അനുവദിച്ചു പറയുന്ന രീതിയിൽ ഇത്രത്തോളം മറുപടി പറഞ്ഞ മുനിശ്രേഷ്ഠൻ ശാന്തസ്വഭാവനും ദേഹാത്മഭാവത്തിന് കാരണമായ അവിദ്യാബാധയിൽ നിന്ന് മുക്തനും പ്രാരബ്ധകർമ്മത്തെ അനുഭവിച്ചു കഴിക്കുവാൻ നിശ്ചയിച്ചവനുമാകയാൽ രാജവാഹനത്തെ മുമ്പത്തെ പോലെ തന്നെ വഹിച്ചു നടന്നു. സചാപി പാണ്ഡവേയ സിന്ധു സൗവീരപതി തത്വജിജ്ഞാസായാം സമ്യക് ശ്രദ്ധയാദി കൃതാധികാര തദ് ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവജ ആശ്രിത്യ ബഹുയോഗഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ശിരസാ പാദമൂലമുപസൃതഃ
ക്ഷമാപയൻ വിഗതനൃപദേവസ്മയ ഉവാച. ഹേ പാണ്ഡവകുലദീപമേ, സിന്ധു സൗവീരപതിയായ ഈ രഘുഗണൻ തത്വമറിയാൻ ആഗ്രഹിക്കുന്നവനും ഇന്ദ്രിയ നിഗ്രഹപൂർവകമായ ശ്രദ്ധയാൽ ശരിയായ അധികാരം പ്രാപിച്ചവനുമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹാഭിമാനത്തെ നശിപ്പിക്കുന്നതിൽ സമർത്ഥവും അനേക യോഗഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളതിനെ അനുവദിക്കുന്നതുമായ ബ്രാഹ്മണവാക്യം കേട്ട് ഉടനെ വാഹനത്തിൽ നിന്നിറങ്ങി പാദമൂലത്തിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ക്ഷമ ചോദിച്ചു. രാജാവാണെന്നുള്ള അഹങ്കാരം ലേശവും കൂടാതെ ഇപ്രകാരം പറഞ്ഞു. കസ്ത്വം നിഗൂഢശ്ചരസി ദ്വിജാനാം ബിഭർഷി സൂത്രം കഥമോവധൂതഃ കസ്യാസി കുത്രത്യ ഇഹാവി കസ്മാത് ക്ഷേമായ നശ്ചേദസിനോദ ശുക്ലഃ. ഗൂഢവേഷനായി സഞ്ചരിക്കുന്ന അങ്ങ് ബ്രാഹ്മണരുടെ മധ്യത്തിൽ ആരാകുന്നു? പൂണൂൽ കാണുന്നതിനാൽ ബ്രാഹ്മണനാണെന്ന് ധരിച്ചു. ദത്താത്രേയാദികളായ അവധൂതന്മാരിൽ ഒരു മഹാത്മാവായിരിക്കുമോ? ആരുടെ പുത്രൻ? എവിടെ നിന്നാണ് ആഗമനം? ഇവിടെ വന്നതിനു കാരണമെന്ത്? ഞങ്ങളെ അനുഗ്രഹിപ്പാനായി വന്നിരിക്കുകയാണെങ്കിൽ സാക്ഷാൽ ശുദ്ധസത്വപ്രധാനനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ആ കപില ഭഗവാനോ അങ്ങ്? രാജാവ് ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. നാഹം വിശങ്കേ സുരരാജവജ്രാന്നത്രക്ഷ്യശൂലാന്നയമസ്യ ദണ്ഡാത് നാഗ്നർക്കസോമാനിലവിത്തവാസ്ത്രാച്ചങ്കേ വൃശം ബ്രഹ്മകുലാവമാനാത്. ഞാൻ ആരോ ആവട്ടെ, അങ്ങയുടെ വാഹനം വഹിച്ചു നടന്നുകൊള്ളാമെന്ന് കരുതി മറുപടി പറയാതിരിക്കരുതേ. ഞാൻ നന്നെ ഭയപ്പെട്ടിരിക്കുന്നു. എന്നിൽ കരുണയുണ്ടാകണം എന്നുള്ള അഭിപ്രായത്തോടുകൂടി രാജാവ് പിന്നെയും പറയുന്നു. ഹേ ഭഗവൻ, ഞാൻ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തെ പേടിക്കുന്നില്ല. ശ്രീ പരമശിവൻ്റെ ശൂലായുധത്തിൽ നിന്നും ഭയമെനിക്കില്ല. യമൻ്റെ ദണ്ഡത്തെയും ഞാൻ ഭയപ്പെടുന്നില്ല. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വായു, കുബേരൻ എന്നിവരുടെ അസ്ത്രങ്ങളിൽ നിന്നും എനിക്ക് ഭയമില്ല. എന്നാൽ ബ്രാഹ്മണകുലത്തെ അവമാനിക്കുന്നതിൽ നിന്ന് അതിഭീതനാകുന്നു. തദ്ബ്രൂഹ്യ സംഘോ ജഡവന്നിഗൂഢ വിജ്ഞാനവീര്യോ വിചരസ്യ പാരഃ വജാംസി യോഗഗ്രഥിതാനി സാധോ ന ക്ഷമന്തേ മനസാ ബിഭേത്തും. ഹേ സാധോ, ഞാൻ അതിഭീതനായിരിക്കുന്നതിനാൽ അങ്ങ് ആരാണെന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കരുണയുണ്ടാകണം. പരമാത്മ സാക്ഷാത്കാരം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ അപാര മഹിമയോടുകൂടിയ അങ്ങ് ജഡനെപ്പോലെ സഞ്ചരിക്കുന്നു. യോഗസാരത്തെ ഉള്ളിലടക്കിയിരിക്കുന്ന അങ്ങയുടെ വാക്കുകൾ വിവേകപൂർവം മനസ്സുകൊണ്ട് വിചാരിപ്പാൻ പോലും ഞങ്ങൾ യോഗ്യന്മാരല്ല. പിന്നെ ആ വാക്കുകളുടെ ശരിയായ അർത്ഥം ധരിപ്പാൻ സാധിക്കുകയില്ലെന്ന് പറയണമെന്നില്ലല്ലോ. അഹം ച യോഗേശ്വരമാത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവൃത്ത കിമിഹാരണം തത് സാക്ഷാദ്ധരീം ജ്ഞാനകലാവതീർണം. താനും ജ്ഞാനാർത്ഥിയാണെന്നുള്ള പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഹേ ഭഗവൻ, ആത്മതത്വത്തെ അറിയുന്ന മുനിമാരുടെയും പരമഗുരുവും ജ്ഞാനശക്തിയോടുകൂടി അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ ശ്രീഹരിയുമായിരിക്കുന്ന യോഗേശ്വരനോട്, സാക്ഷാൽ കപിലമുനിയോട് ഈ സംസാരത്തിൽ നിന്ന് കരയണിയുവാൻ ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ചോദിച്ചറിയുവാനായി പോകുന്നവനാകുന്നു ഞാനെന്ന് അങ്ങയോട് ബോധിപ്പിച്ചുകൊള്ളുന്നു. സവൈഭവാം ലോകനിരീക്ഷണാർത്ഥമവ്യക്തലിംഗോ വിചരത്യവിസ്വിത് യോഗേശ്വരാണാം ഗതി മന്ദബുദ്ധിഃ കഥം വിചക്ഷീത ഗൃഹാനുബന്ധഃ. ലോകസമ്പ്രദായത്തെ നേരിട്ടു തന്നെ കാണുവാനായി സ്വപ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ സഞ്ചരിക്കുന്ന ഭവാൻ ആ കപിലമുനി തന്നെയോ എന്ന് ഞാൻ സംശയിക്കുന്നു. യോഗസിദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ പ്രഭാവത്തെ ലൗകിക കാര്യത്തിൽ പരിഭ്രമിച്ചലയുന്ന മന്ദബുദ്ധികളായ എന്നെപ്പോലെയുള്ളവർ സ്വതേ അറിയുവാൻ കഴിവുള്ളവരല്ലാത്തതിനാൽ അങ്ങ് ആരാണെന്ന് അരുളി ചെയ്യുക തന്നെ വേണം. ദൃഷ്ടശ്രമകർമ്മദ ആത്മനോ വൈ ഭർതൃഗന്ധുർഭവതശ്ചാനുമന്യേ യഥാ സദോദാനയനാദ്യഭാവാത് സമൂല ഇഷ്ടോ വ്യവഹാരമാർഗഃ. അങ്ങ് ആരാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടതിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ മറുപടിയെക്കുറിച്ചുള്ള ആക്ഷേപത്തെയും അറിയിക്കുന്നു. എനിക്ക് ശ്രമമില്ല എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുന്നു. കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എനിക്ക് ക്ഷീണമുണ്ടാകാറുള്ള അനുഭവമുണ്ട്. അങ്ങിപ്പോൾ ഭാരം ചുമന്ന് നടക്കുന്നവനാകയാൽ അങ്ങയ്ക്കും ക്ഷീണമുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. അനുമാനം ഇപ്രകാരം: ഭാരം വഹിക്കുന്നതിനാൽ ഭവാൻ ക്ഷീണമുള്ളവൻ. യാതൊരുവൻ കർമ്മം ചെയ്യുന്നുവോ അവന് ക്ഷീണം ബാധിക്കും. യുദ്ധാദി കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ക്ഷീണിക്കാറുള്ളതുപോലെ
വ്യവഹാരം മാത്രമല്ലാതെ വേറെ കാരണമൊന്നുമില്ലെന്നു പറഞ്ഞതിലും ആക്ഷേപം കാണിക്കുന്നു. ലോകവ്യവഹാരം സത്യമല്ലെന്നു പറയുവാൻ ന്യായമില്ല. ഇപ്പോൾ കാണുന്ന നിലയിൽ പദാർത്ഥങ്ങളും വ്യാപാരങ്ങളും ഉള്ളതിനാൽ ആസ്പദമില്ലാത്തതാണ് വ്യവഹാരം എന്ന് സ്ഥാപിപ്പാൻ തരമില്ല. ഇതിൻ്റെ സാരം ഒന്നുകൂടി വിവരിക്കാം. പ്രപഞ്ചം മിഥ്യയല്ല, സത്യമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പദാർത്ഥങ്ങളും പ്രവൃത്തികളും കാണപ്പെടുന്നുണ്ട്. ഏതൊന്ന് അസത്യമോ ആ പദാർത്ഥത്താൽ യാതൊരു പ്രവൃത്തിയും നടത്തപ്പെടാവുന്നതല്ല. ഘടാതി പദാർത്ഥങ്ങളില്ലെങ്കിൽ വെള്ളം കൊണ്ടുവരിക മുതലായ സംഗതികൾ ചെയ്യപ്പെടുകയില്ലല്ലോ. അതിനാൽ പദാർത്ഥങ്ങളും ക്രിയകളുമുള്ളതിനാൽ പ്രപഞ്ചം സത്യം തന്നെ. സ്ഥാല്യഗ്നിതാപാത് പയസോഭിതാപസ്തത്താപതസ്തണ്ഡലുഗർഭരന്തിഃ ദേഹേന്ദ്രിയാസ്വാശയസന്നികർഷാത് തത്സംസൃതി പുരുഷസ്യാനുരോധാത്. സ്ഥൂലത്വം, കാർഷ്യം മുതലായ ധർമ്മങ്ങൾ ശരീരത്തിനു മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല എന്ന് പറഞ്ഞതും ആക്ഷേപാർഹമാകുന്നു. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ് എന്നിവയോട് ചേർന്നിരിക്കുന്നതിനാൽ ആത്മാവിനും ശ്രമാദി വികാരങ്ങൾ സംബന്ധ പരമ്പരാന്യായത്താൽ ഉണ്ടാവാൻ അവകാശമുണ്ടല്ലോ. ഏതുപോലെ എന്നാൽ അഗ്നിസംബന്ധം നിമിത്തം പാത്രത്തിന് ചൂടുണ്ടാകുന്നു. ആ ചൂടുകൊണ്ട് പാലിനും പാലിൻ്റെ ചൂട് നിമിത്തം അതിൽ കിടക്കുന്ന ധാന്യത്തിനും ചൂട് തട്ടുകയും അത് നിമിത്തം ധാന്യം വെന്തു പാകം വരികയും ചെയ്യുന്നതുപോലെ ദേഹേന്ദ്രിയാദി സംബന്ധത്താൽ ആത്മാവിനും ദേഹധർമ്മങ്ങൾ ബാധിക്കാതിരിക്കുന്നതെങ്ങനെ? ശാസ്താഭിഗോപ്ത നൃപതി പ്രജാനാം യകിങ്കരോ വൈന പിനഷ്ടിപിഷ്ടം സ്വധർമ്മമാരാധനമച്യുതസ്യ യദീഹമാനോ വിജഹാത്യഗൗഗം. സ്വാമി ഭൃത്യൻ എന്ന ഭാവം താത്കാലികമാണ്, ശാശ്വതമല്ല എന്ന് പറഞ്ഞുവല്ലോ. അതും ആക്ഷേപാർഹമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ശാശ്വതമല്ലെങ്കിലും ഏതു കാലത്തിൽ ഏതൊരാൾ രാജാവായിരിക്കുന്നുവോ അയാൾ പ്രജകളുടെ ശാസിതാവും പാലകനുമായിരിക്കുന്നു. ആ രാജാവ് മാർഗം തെറ്റി നടക്കുന്നവരെ ശാസിക്കുകയും നീതി തെറ്റാതെ നടക്കുന്നവരെ പരിപാലിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവനാകുന്നു. സ്വതേ ദുർമാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ ശാസിക്കുന്നത് പിഷ്ടവേഷണം പോലെ വ്യർത്ഥമാണെന്ന് പറഞ്ഞതും സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ ശ്രീഹരിയുടെ ആജ്ഞയെ പരിപാലിക്കുന്നവൻ നിഷ്ഫല പ്രയത്നനല്ല. ശാസനാദി കൊണ്ട് ദുർമാർഗ പ്രവൃത്തന്മാർ സന്മാർഗികളാകുന്നില്ലെങ്കിലും ഈശ്വരനാൽ നിയമിക്കപ്പെട്ട ശാസന നടത്തുന്നത് ഈശ്വരാരാധനമാകുന്നു. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനം സാധിക്കുന്നു. അതിനാൽ അന്ധകരണ പരിശുദ്ധി രൂപമായ ബലവും സിദ്ധിക്കും. അതിനാൽ ശാസിക്കേണ്ടതും പാലിക്കേണ്ടതും രാജാവിൻ്റെ മുറയാകുന്നു. ഈശ്വരാജ്ഞ പരിപാലന രൂപസ്വധർമാനുഷ്ഠാനത്താൽ പാപത്തിൽ നിന്ന് മുക്തനാകുന്നതായ മഹാബലം രാജാവിന് സിദ്ധിക്കുന്നുണ്ട്. അതിനാൽ ഈശ്വര കിങ്കരൻ ചെയ്യുന്ന സ്വധർമ്മ പരിപാലന രൂപകർമ്മം പിഷ്ടവേഷണമല്ല. തന്മേ ഭവാൻ നരദേവാഭിമാനമതേന തുച്ഛീകൃതസത്തമസ്യ കൃഷിഷ്ടമൈത്രീ ദൃശമാർത്ഥബന്ധോ യഥാത്തരേ സദവധ്യാനമംഹഃ. അതുകൊണ്ട് അങ്ങ് അരുളി ചെയ്തത് ശരിയല്ല എന്നും എനിക്ക് ശങ്കയുണ്ടായിരിക്കുന്നു. ഞാൻ രാജാവെന്നുള്ള അഭിമാന നിമിത്തം സത്തുക്കളിൽ വെച്ച് പൂജ്യനായിരിക്കുന്ന അങ്ങയെ ധിക്കരിച്ചു പ്രവർത്തിച്ചുമിരിക്കുന്നു. സജ്ജന നിന്ദരൂപമായ മഹാപാപത്തിൽ നിന്ന് ഞാൻ മുക്തനാകണമെന്നുള്ള കരുണയോടുകൂടി ഹേ ദീനബന്ധോ, അങ്ങ് എന്നിൽ സ്നേഹഭാവത്തെ വയ്ക്കണം. ന വിക്രിയ വിശ്വസുഹൃത്സഹസ്യ സാമ്യേന വീധാഭിമതേസ്തവാഭി മഹദ്വിമാനാ സുഹൃദാദിമാതൃനക്ഷത്യദൂരാദഭിശൂലപാണിഃ. എങ്ങും ഒരുപോലെ വ്യാപിച്ചും നിറഞ്ഞുമിരിക്കുന്ന ബ്രഹ്മഭാവം നിമിത്തം ശരീരത്തിൽ ഞാനെന്ന അഭിമാനമില്ലാതെയും ലോകത്തിൻ്റെ ഹിതകാരിയും സഖാവുമായിരിക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ തിരസ്കാരം നിമിത്തം ഭാവഭേദം ബാധിച്ചിട്ടില്ലെങ്കിലും മഹാനായ അങ്ങയെ അവമാനിച്ചതായ എൻ്റെ കർമ്മശക്തിയാൽ ഞാൻ പരമേശ്വരനെപ്പോലെ സമർത്ഥനാണെങ്കിൽ കൂടി കാലവിളംബം കൂടാതെ നശിക്കും. എന്നിൽ ദയാദൃഷ്ടിയോടുകൂടി അനുഗ്രഹിക്കണം. 10-ാമത്തെ അധ്യായം സമാപിച്ചു. 11-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.